ഞാൻ എതുമേ എൻ്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് പ്ലാൻ ചെയ്യാൻ വരുന്നില്ല. ഐ ഗോ വിത്ത് ദ ഫ്ലോ ടിൽ ഡേറ്റ്. സോ ഞാൻ ഓൾവേസ് ഡാൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നു. എൻ്റെ കോളേജ് ഡേയ്സിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഡാൻസ് എൻ്റെ പീക്ക് പാഷൻ പീരിയഡ് പറയാൻ പറ്റും. ആൻഡ് അത് സൈഡിൽ ഒരു വളരെ ട്രഡീഷണൽ ഫേസ് ആയതുകൊണ്ട് കുറേ സാരീസ് advertisements or jewelry ads, invariably I would be അപ്പോൾ പണ്ട് അത്ര ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഈവൻ മോഡലിംഗ് ചെയ്യാൻ. സോ ഞാൻ കുറേ പരസ്യം അങ്ങനെ ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൺലി എ ഹോബി ആൻഡ് ഇറ്റ് വാസ് പോക്കറ്റ് മണി ഫോർ മീ. സോ ബട്ട് എല്ലാവരും ഇപ്പോൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ അത് തുടങ്ങും, അത് സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഫിലിംക്ക് വരാൻ. പക്ഷേ എൻ്റെ വീട്ടിൽ ആക്ച്വലി അതാണ് ഫൈനൽ ആയിരുന്നു. യു ക്യാൻ മോഡൽ ബട്ട് ലെറ്റ്സ് നോട്ട് ഡു എനിത്തിങ് മോർ എന്ന്. പക്ഷേ ഐ തിങ്ക് ഞാൻ ആക്ച്വലി ഇവിടെ ഒരു സാരി ആഡൊക്കെ വന്നിരുന്നു കേരളക്ക്. അപ്പോൾ അത് മുമ്പ് കുറേ ഫിലിംസിൻ്റെ ഓഫേഴ്സ് വന്നു. വളരെ നന്നായിരിക്കും, എനിക്ക് ഓൾമോസ്റ്റ് ടെംപ്റ്റേഷൻ ഉണ്ട്. ബട്ട് ഏതോ ഒരു പേടി ഉണ്ടായിരുന്നു ടു അക്സെപ്റ്റ്. സോ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ഇല്ലാന്ന് പറയും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് മഞ്ജു വാര്യർ ഹാഡ് ജസ്റ്റ് ഗോട്ടൺ മാരിഡ്. ആൻഡ് എല്ലാവർക്കും ഭയങ്കര, എനിക്ക് മഞ്ജു വാര്യർ ആരാന്ന് എനിക്ക് ഒന്നും അറിയില്ല. ബിക്കോസ് ഐ എം ഫ്രം ബാംഗ്ലൂർ. ഐ ഡോണ്ട് നോ എനിബോഡി ഹിയർ ആക്ച്വലി. അപ്പോൾ എല്ലാവർക്കും ഇത്ര വിഷമം ആൻഡ് എല്ലാവരും അതാ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു ആക്ട്രസ്ക്ക് ഇത്ര ഒരു മര്യാദ കൊടുത്തെങ്കിൽ ഈ നാട് എത്ര നന്നായിരിക്കുമെന്ന് എനിക്ക് ഒരു ജസ്റ്റ് ലിറ്റിൽ സീഡ് വന്ന് തല. ചിലപ്പോൾ ഞാൻ മൂവി ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഈ നാട്ടിൽ നന്നായിരിക്കുമെന്ന് ഒരു സ്ലൈറ്റ് ഓപ്പണിങ് മൈ മൈൻഡ് I felt. And അങ്ങനെ when I got an offer to do അരിയനങ്ങളുടെ വീട്, ഐ തോട്ട് ഈ നാട്ടിലേതെല്ലാം നമുക്ക് നന്നായിരിക്കും. അപ്പോൾ എനിക്ക് അറിയില്ല കേരള ഇത്ര വലിയ നാടാണ്, ഇത്ര ഫേമസ് ആണ് മലയാളി ഫിലിം ഇൻഡസ്ട്രി, ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ക്വയറ്റായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇഷ്ടം ഇല്ലെങ്കിൽ എൻ്റെ നോർമൽ ലൈഫ് ടു ബാംഗ്ലൂർ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കറിയില്ല കേരള ഇത്ര പ്രസ്റ്റീജിയസ്, ഇത്ര ഫേമസ് ആണെന്ന്. എൻ്റെ ഭാഗ്യം that I got to know through this film.